അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് സ്കിൻ കെയർ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ക്രീമാണ് സൺസ്ക്രീന്. ഇപ്പോൾ ജോബ് ചെയ്യുന്നവരായാലും സ്കൂളിലായാലും കോളേജായാലും നമ്മൾ എപ്പോൾ പുറത്ത് രാവിലെ ഇറങ്ങുന്നോ മസ്റ്റായിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് സൺസ്ക്രീന്. ഇപ്പോഴത്തെ വെയിലിൻ്റെ കാഠിന്യം കൂടുന്തോറും നമ്മൾ സൺസ്ക്രീനിൻ്റെ യൂസിങ് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ സ്കിൻ ഷൈനിൻ്റെ കാർഡില ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ സൺസ്ക്രീനാണ്. ഇത് SPF 30 ആണ് വരുന്നത്. 100 ml ഒരു ചെറിയ ഒരു ഫാർമസിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ലോഷനാണ്. ഇത് നാനോ പാർട്ടിക്കിൾസ് ആൻഡ് ലിക്വിറൈസ് എക്സ്ട്രാക്റ്റിൻ്റെ ഒരു ഫോമിലാണ് ഈ ക്രീം വരുന്നത്. ഇത് മെയിനായിട്ട് നമ്മളുടെ പ്രീമച്വർ സ്കിൻ ഏജിങ്ങും പിന്നെ സൺബേണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനാണ് നമ്മൾ ഈ ക്രീം. പിന്നെ നമ്മൾ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള UVA UVB സൺറൈസൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് സൺസ്ക്രീന് സ്കിന്നിൽ കോട്ടിങ് പോലെ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നത്. നമ്മളുടെ സ്കിന്ന് സോഫ്റ്റൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ഒരു സ്കിൻ ഷൈനിൻ്റെ ഫോർമുല. പുറത്ത് പോകണ കാട്ടിയും 20 മിനിറ്റ്സ് മുമ്പ് വേണത് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിൽ തട്ടുന്ന പോർഷനിലൊക്കെ വേണം അപ്ലൈ ചെയ്യാൻ. ഫേസ് ആയാലും നെക്കായാലും ആം ആയാലും ലെഗ് ആയാലും ഒക്കെ നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് സൺസ്ക്രീനാണ് സ്കിൻ ഷൈനിൻ്റെ. സ്കിന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് നമ്മൾ മെഡിക്കൽ പർപ്പസിനാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കിന്നിലുള്ള പ്രോബ്ലംസൊക്കെ അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ ഇത് ഡ്രൈ ആൻഡ് ഡാർക്ക് പ്ലേസിൽ വേണം ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് അറൗണ്ട് 200 സംതിങ് ആണ് വരുന്നത്. നമുക്ക് അഫോർഡബിളായി വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ജസ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിൽ ക്രീമിൻ്റെ ഇത് മാത്രമുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മൾ കാറ്റലോഗൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ക്രീം മാത്രം ഇതിലുണ്ട്. ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളുടെ കവറിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മളുടെ ഈ പാക്കേജിലും ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കവർ പോയാലും നമുക്കിതിൽ നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഈ ഒരു പാക്കേജ് നല്ലൊരു പാക്കേജിങ് ആണ്. പെട്ടെന്നൊന്നും ഇത് ലീക്കേജ് വരില്ല. ക്വാണ്ടിറ്റിയൊക്കെ ഇത് ഫുള്ളായിട്ടുണ്ട്. അധികം സ്പേസ് ഫില്ലിങ്ങൊക്കെ നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ചെറിയ വേക്കൻ്റായിട്ടൊന്നും സ്പേസ് ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ടെക്സ്ചർ നോക്കുക. ഇത് നോൺ ഗ്രീസി ആണ്, നോൺ ഇറിറ്റേറ്റിംഗ് ആണ്. എല്ലാ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമുക്കിത് അപ്ലൈ ചെയ്താൽ ഒരു മാറ്റ് ഫിനിഷാണ് കിട്ടുക. പെട്ടെന്ന് സ്കിന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് പറ്റുന്ന ഒരു സൺസ്ക്രീൻ ലോഷനാണ്. നമുക്ക് അധികം ടൈം വൈറ്റ് കാസ്റ്റ് ഒന്നും അങ്ങനെ അധികം ഇല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ആവാൻ അധികം ടൈം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസല്ല ഭയങ്കര തിക്കുമല്ല. ഒരു കൺസിസ്റ്റൻസി മിഡിലായിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ലൂസായിട്ട് ഇങ്ങനെ വേസ്റ്റേജ് വരില്ല. ഇത് നമ്മൾ പെട്ടെന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് ഇത് പുറത്തേക്ക് വരുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഇങ്ങനെ ലൂസായിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊഡക്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്